പെർഫോമൻസ് മുക്താറാണ്. ഞങ്ങൾ വീണ്ടും നമ്മളെ ഷെരീഫ് എടുത്തിട്ടുണ്ട്. ഷെരീഫ് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത ഓഫർ അല്ലാതെ ഇപ്പൊ സ്പെഷ്യൽ ഓണത്തിന് നമുക്ക് ഫുൾ ടാങ്ക് ഡീസൽ കൊടുക്കുക എല്ലാ വണ്ടിക്കും. ഫുൾ ടാങ്ക് ഡീസൽ പിന്നെ സ്പെഷ്യൽ ഓഫർ ഉണ്ടല്ലോ, അത് പറഞ്ഞാൽ നിങ്ങൾ. അതെ അതെ, അത് നമ്മളെ ടാഗ് ലൈൻ ആണ്. നമ്മളടുത്ത് കൊണ്ടുപോകുന്ന വണ്ടികൾക്ക് നമ്മൾ പറയാത്ത എന്തെങ്കിലും ആക്സിഡന്റോ ഫ്ലഡോ മേജർ റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ 50,000 റുപ്യ കസ്റ്റമർക്ക് അങ്ങോട്ട് കോമ്പൻസേഷൻ കൊടുക്കുകയാണ്, പ്ലസ് കസ്റ്റമർ പേ ചെയ്ത എമൗണ്ട്. അത് ഓഫർ അല്ല, അത് നമ്മുടെ ടാഗ് ലൈൻ. അതായത് ഇവിടെ ഷെരീഫ് ഒരു യാർഡ് തുടങ്ങി അന്ന് മുതൽ എല്ലാരോടും പറയുന്ന ഒരൊറ്റ കാര്യമാണ് 50,000 രൂപ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടാനുള്ള അവസരം. അത് പക്ഷെ മൂപ്പര് പറഞ്ഞത് പ്രകാരം അല്ലാത്ത വണ്ടി ആണെങ്കിൽ മാത്രം. തീർച്ചയായിട്ടും. പിന്നെ ഫോർച്യൂണറിന്റെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ കാണിച്ച എല്ലാ ഫോർച്യൂണറും പോയി. പുതിയ ഇത് സോൾഡ് ഔട്ട് ആയി. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതായിരുന്നു. ബാക്കി 1, 2, 3, 4, 5, 6 ഫോർച്യൂണർ. നമ്മൾ ഏകദേശം 7 ഫോർച്യൂണർ ഉണ്ട്. അത് 7 ഫോർച്യൂണർ ഫുള്ള് തീരുമാനമായി. ഓക്കെ, ബാക്കിൽ ഒരു 4-5 ഫോർച്യൂണർ എല്ലാം സോൾഡ് ഔട്ട് ആയതാണ്. അത് വീഡിയോയിൽ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, വേണ്ട. ഞാൻ അതേപോലെ തന്നെ കിയന്റെ സെൽറ്റോസ് വരുന്നുണ്ട്. HTX പ്ലസ് ഡീസൽ ഓട്ടോമാറ്റിക് സൺറൂഫ് വരുന്ന വണ്ടിയാണ്. ഓക്കെ, ഞാൻ അതേപോലെ തന്നെ ഓടി അതാ 2013 മോഡൽ എസ് ലൈൻ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. സ്വിഫ്റ്റിന്റെ ജാഗര ഉണ്ടോ? സ്വിഫ്റ്റ് 6-7 സ്വിഫ്റ്റ് കിടക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഫോർച്യൂണർ ഹോണ്ടയുടെ എല്ലാ വണ്ടിയും കിടപ്പുണ്ട്. BX, VA, അമേസ്, സിറ്റി, ജാസ് എല്ലാ വണ്ടിയും കിടപ്പുണ്ട്. അതായത് നമ്മളെ മലപ്പുറം ഭാഗത്ത് വെള്ളാമ്പുറം അല്ല, അത് മോങ്ങം ഭാഗത്ത് നല്ല ക്വാളിറ്റി കൊടുക്കുന്ന ഒരു ഷോറൂം. ഞാൻ അതേപോലെ തന്നെ വണ്ടി എടുത്തു കഴിഞ്ഞതിന് ശേഷം മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ ഇവർ പറഞ്ഞതല്ലാതെ കൂടാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 50,000 രൂപ കയ്യിലേക്ക് തരും. എന്താ പോരെ? അപ്പൊ എന്തായാലും നമ്മുടെ കറക്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞെടുത്തോളൂ. ഇത് വെള്ളുവമ്പ്രം മോങ്ങം, അതായത് കൊണ്ടോട്ടിന്ന് മഞ്ചേരി പോകുന്ന ഹൈവേയില് കൊണ്ടോട്ടിന്ന് മലപ്പുറം പോകുന്ന വഴി മോങ്ങം എത്തുന്നതിന് മുമ്പ് അൻവാറുൽ അറബി കോളേജ് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലാണ്. പഴയ സിനിമയുടെ ഓപ്പോസിറ്റ്. റൈഡ് ഓൺ തന്നെ കാണാം. പിന്നെ എല്ലാ വീഡിയോയിലും എല്ലാവരോടും പറയുന്നത് ഞാൻ പറയുന്ന ഒരു ഒറ്റ കാര്യമാണ്, വണ്ടി കാണിക്കുന്ന ഉത്തരവാദിത്തം നിങ്ങൾ വരിക, ചെക്ക് ചെയ്യുക, മെക്കാനിക്കിനെ കൊണ്ടുവരാൻ എടുക്കുക. കാരണം എടുക്കലൊക്കെ ഉത്തരവാദിത്തം. ഷോറൂമിൽ കൊണ്ടുപോകണമെങ്കിൽ അതിനുള്ള അറേഞ്ച്മെന്റ് നമ്മൾ ചെയ്ത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളുള്ള വണ്ടികളാണ് മിക്ക വണ്ടികളും. എന്തായാലും അടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, വേഗം വിളിച്ചോളി. നേരെ ഫോർച്യൂണർ സോൾഡ് ഔട്ട് ആയി പറഞ്ഞല്ലോ. ഓക്കെ, ഇത് വന്നിട്ട് 2022 വെറും 27,000 കിലോമീറ്റർ ഓടിയ കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആയിട്ടുള്ള 4x4 സിഗ്മ വണ്ടി. ഓട്ടോമാറ്റിക് ഒന്നുമില്ല, സീറോ ക്ലെയിം. ലാസ്റ്റ് ഫൈനൽ ഇത് നമുക്കൊരു 44 ലക്ഷം റുപ്യ. 4x4 ആണ്. മാക്സിമം ലോൺ ചെയ്തിരാം. മാക്സിമം 35 ലക്ഷം റുപ്യ വരെ ലോൺ അടിക്കുന്ന ആൾക്കാരാണെങ്കിൽ. ഓക്കെ, അതേപോലെ തന്നെ ഈ ഫോർച്യൂണർ വന്നിട്ട് 2017 മോഡൽ 1,57,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. സീറോ ക്ലെയിം വണ്ടിയാണ്. 4x4 സിഗ്മ ഓട്ടോമാറ്റിക് 31.5 ലക്ഷം മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ഫോർച്യൂണർ 2014 മോഡൽ 4x2 ഓട്ടോമാറ്റിക്. ഇത് നമുക്ക് കസ്റ്റമർ RT ഓഫീസിക്ക് NOC എടുത്തിട്ട് കസ്റ്റമറുടെ പേരിൽ നമ്പർ ആക്കി കൊടുക്കാം. ഓക്കെ, എത്ര കിലോമീറ്റർ വെച്ചിട്ടുണ്ട്? ഇത് വന്നിട്ട് 1,35,000 കിലോമീറ്റർ അവൈലബിൾ ആണ്. ഒന്നുമില്ല, ക്ലാസ് വരെ മാറിയിട്ടില്ല. 14 ലക്ഷം റുപ്യ കൊടുക്കാം. 14,50,000 കസ്റ്റമറുടെ പേരിൽ നമ്പർ ആക്കി കൊടുക്കാം. ഇത് ലിറ്റിൽ ബിറ്റ് നമുക്കൊരു വലിയൊരു എമൗണ്ട് ഒന്നും എക്സ്പെക്ട് ചെയ്യണ്ട. ഇത് വന്നിട്ട് 2015 മോഡൽ 4x4 ഓട്ടോമാറ്റിക് 1,64,000 കിലോമീറ്റർ ജെനുവിൻ കമ്പനി സർവീസ്. 4x4 ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ വളരെ റയർ പീസ് ആണ്. 2015-14 ഇറങ്ങിയിട്ടുള്ളൂ. ഇത് റീപ്ലേസ് ഒന്നുമില്ല. അത് NOC വന്ന വണ്ടിയാണ്. 16 ലക്ഷം. ഈ ഫോർച്യൂണർ ഇത് ഒറിജിനൽ കേരള വണ്ടി. 2012 4x2 ഓട്ടോമാറ്റിക്. ആണ്. ഓൺഷിപ്പോ ഇത് ഓണർഷിപ്പ് വന്നിട്ട് 3rd ഓണർഷിപ്പ് 1,70,000 കിലോമീറ്റർ. ഒന്നുമില്ല, 13,70,000 രൂപ. ഇനി നമുക്കൊരു 1, 2, 3, 4 ഇന്നോവകൾ കാണിക്കാം. 2015 V 2,51,000 കിലോമീറ്റർ കമ്പനി സർവീസ്, സെക്കൻഡ് ഓണർഷിപ്പ്. റിയോ കേരള. ഇത് റീപ്ലേസ് ഒന്നുമില്ല. ഇത് വന്നിട്ട് നമുക്കൊരു 10,15 ലക്ഷം റുപ്യ ഫൈനലായിട്ട് കൊടുക്കാം. ഇത് 2012 മോഡല് V വണ്ടി 2,58,000 കിലോമീറ്റർ. അവിടെ ഫസ്റ്റ് ഓണർഷിപ്പ്, ഇവിടെ സെക്കൻഡ് ഓണർഷിപ്പ്. ഒന്നുമില്ല. 8 സീറ്റർ ആണ് വരുന്നത്. ഇത് 8 സീറ്റർ ടാക്സ് ഒക്കെ ഓടിക്കാൻ പറ്റിയ വണ്ടിയാണ്. 7,30,000 രൂപ മാക്സിമം ലോണ്. ഇത് വന്നിട്ട് 8,50,000 രൂപ ആസ്കിംഗ് പ്രൈസ്. 2012 ഒറിജിനൽ കേരള വണ്ടി. 2,70,000 കിലോമീറ്റർ. ഒന്നുമില്ല, ഫുള്ള് കമ്പനി മെയിൻറ്റെയിൻ ചെയ്തോ. ഇത് ലാസ്റ്റ് നമുക്ക് ഒരു 8,30 കൊടുക്കാം. അപ്പൊ നിങ്ങൾ മാക്സിമം റേറ്റ് കുറച്ച് നമ്മൾ കുറച്ചിട്ടാണ് കസ്റ്റമേഴ്സിനോട് ഇവിടെ തന്നെ പറയുന്നത്. ഇത് 2012 V ആണ്. 1,54,000 കിലോമീറ്റർ
കസ്റ്റമർക്ക് നമുക്ക് 7.5 ലക്ഷം റുപ്യ കൊടുക്കാം. 7.5 ലക്ഷം രൂപ. ഓ റീപ്ലേസ് ഒന്നുമില്ല, 7 സീറ്റർ ആണ്, 7 സീറ്റർ വണ്ടി. ഓക്കെ. ഇതും വന്നിട്ട് 2012 V വണ്ടിയാണ്. ഇതും നമുക്ക് കസ്റ്റമർക്ക് 7.5 ലക്ഷം റുപ്യ നമ്പർ ആക്കിയിട്ട്. സോറി 2013. ഇത് 8 ലക്ഷം റുപ്യ. 8 ലക്ഷം രൂപ മാക്സിമം ലോൺ. ഈ ക്രിസ്റ്റ ക്രിസ്റ്റ 2 ഉണ്ട്. ഇത് വി ആണ്, 2017 മോഡൽ വി. ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ, ഇവിടെ സെക്കൻഡ് ഓണർ. ഈ വണ്ടി വെറും 89,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്, ഒന്നുമില്ല. 17,40,000 രൂപ. 17,40,000. ഓക്കെ. ഈ ഒരു ഇത് G4 ഓട്ടോമാറ്റിക് ആണ്. G4 ഓട്ടോമാറ്റിക് ഏതാ മോഡല്? ഇത് 2017 മോഡല്, 1,68,000 കിലോമീറ്റർ. കമ്പനി ജെനുവിൻ സർവീസ്, ഒന്നുമില്ല. ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമുക്ക് കസ്റ്റമർക്ക് നമ്പർ ആക്കിയിട്ട് 15.5 ലക്ഷം റുപ്യ. 15.5 ലക്ഷം റുപ്യ മാക്സിമം ലോൺ ചെയ്തു. മാക്സിമം ലോൺ. ഓക്കെ. TUV ഏതാ മോഡൽ? TUV 2018 മോഡൽ വണ്ടിയാണ്. TUV 300 T8 T8 അന്നത്തെ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. 2018 സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. കിലോമീറ്റർ 1,50,000 കിലോമീറ്റർ. കമ്പനി മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. 0 റീപ്ലേസ് ആണ്. ഈ വണ്ടി നമുക്ക് കൊടുക്കാം 6,30,000 രൂപ. 6,30,000 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഇതാണ് ഇപ്പൊ നമ്മളടുത്ത് ഇന്ന് സ്റ്റോക്ക് കയറിയ വണ്ടി. 2020 മോഡൽ HTX പ്ലസ്. അന്നത്തെ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി 26 ലക്ഷം രൂപ. അന്ന് കമ്പനിയിൽ വിലയുള്ള വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ്, ഡീസൽ 20 കിലോമീറ്റർ മൈലേജ് പ്രതീക്ഷിക്കാം. 2020 മോഡൽ. എത്ര കിലോമീറ്റർ? ഇത് 80,000 കിലോമീറ്റർ പക്ക ജെനുവിൻ സർവീസ്. ഇപ്പൊ ഒരു 100 കിലോമീറ്റർ മുമ്പ് കമ്പനി പോയ വണ്ടി. ഓക്കെ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമുക്ക് 16.5 ലക്ഷം റുപ്യ ആസ്കിങ്. ഒരു 16.30 കസ്റ്റമർ കൊടുക്കാം. ഇത് ഓഡി എന്ന് പറഞ്ഞാൽ ഓഡിയിലൊരു ക്യൂട്ട് വണ്ടി. Q3 വെറും 90,000 കിലോമീറ്റർ ഓടിയ കമ്പനി ജെനുവിൻ സർവീസ് ഉള്ള സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. ഫുൾ ഓപ്ഷൻ. ഇന്റീരിയർ ഒക്കെ എന്ന് പറഞ്ഞ പോലെ തലശ്ശേരിയിലെ പുയാപ്പിളാറ് അറ മാതിരിയാണ്. വളരെ ഡീസന്റ് ആയിട്ട് ചെയ്ത വണ്ടിയാണ്. ഒന്നുമില്ല. ഇവിടെ കൊണ്ടോട്ടിക്കാൻ 84 നമ്പറായ വണ്ടിയാണ്. കസ്റ്റമർക്ക് നമുക്ക് 11.5 ലക്ഷം റുപ്യ മാക്സിമം ലോൺ ചെയ്തു കൊടുക്കാം. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ സ്വിഫ്റ്റ് ഡിസയർ 2016 മോഡല്, തേർഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. 4.90 നമുക്ക് കസ്റ്റമർ കൊടുക്കും. ഒന്നുമില്ല, 0 റീപ്ലേസ്. ഇനി റീപ്ലേസ് മെയിൻ ആയിട്ടുണ്ടെങ്കിൽ വല്ല മെയിൻ ക്ലാസ് എന്തെങ്കിലും ഉണ്ടാവും. അത് നമ്മൾ കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കും. ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ്. ഇത് വന്നിട്ട് 2012 മോഡല് നമ്മുടെ ആൾട്ടിസ്. നമ്മുടെ GCCയിലെ കൊറോള, ഇവിടുത്തെ ആൾട്ടിസ്. അടിപൊളി വണ്ടിയാട്ടോ, നല്ല വണ്ടിയാണ്. സണ്ണിയൊക്കെ പറയുന്ന പോലെ പെട്രോൾ പമ്പിന് അടുത്തുകൂടെ ഒന്ന് പോയാൽ മതി, പെട്രോൾ കയറി അടിക്കണ്ട. ഇത് ഡീസലാണ്, 2012 മോഡലാണ്. 2012 J ആണ് വരുന്നത്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 1,57,000 ജനുവിന്. ഒന്നുമില്ല. ലാസ്റ്റ് 3.5 ലക്ഷം മാക്സിമം നമുക്ക് ഒരു 2-2.5 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. അമേസ് ഓട്ടോമാറ്റിക് ആണ്, 2018 മോഡൽ. 2018 പുഷ് ബട്ടറും കാര്യങ്ങളൊക്കെ വരുന്നത്. എക്സ്ട്രാ അലോയ്സ് ഒക്കെ ചെയ്ത് അലോയ് സ്റ്റോക്ക് വരും. ഇത് എക്സ്ട്രാ ചെയ്ത വണ്ടിയാണ്. ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ്. കിലോമീറ്റർ 1,25,000. ഡീസൽ 26 കിലോമീറ്റർ. ഇതിന് ഓട്ടോമാറ്റിക്കലി മൈലേജ് പ്രതീക്ഷിക്കും. ഒന്നുമില്ല. 7.5 ലക്ഷം റുപ്യ മാക്സിമം ലോൺ. ചിലപ്പോ 7 ലക്ഷം 7.5 വരെ ലോൺ കിട്ടും. ഓക്കെ. 2019 വെർണ പെട്രോൾ ആണ്. SX 71,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പ്. കമ്പനി മെയിൻറ്റെയിൻ ചെയ്ത ഒന്നുമില്ല. 8.25 ലക്ഷം റുപ്യ. 8.25 ലോണ്. 8.25 ലക്ഷം റുപ്യക്ക് കൊടുക്കുക. 8.25 ലോണും കൊടുക്കാം അല്ലേ? ഓക്കെ. ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് 2016 മോഡലാണ്. ഡീസൽ അമേസ്. 2016 ഡീസൽ അമേസ്. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. 1,20,000 കിലോമീറ്റർ. കമ്പനി സർവീസ്. ഡീസൽ വണ്ടി. ഒന്നുമില്ല. 4 ലക്ഷം റുപ്യക്ക് നമുക്ക് 4 ലക്ഷം റുപ്യ ഫൈനൽ ആക്കി കൊടുക്കാം. 3.25 വരെ ലോൺ ചെയ്യാം കേട്ടോ. 3.25 വരെ ലോൺ ചെയ്തു. ഈ നാനോ നാനോ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച വണ്ടിയാണ്. 2018 മോഡല്. 1.90. ഓട്ടോമാറ്റിക് ആണ്. 40,000 ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ. 1.90. ഈ ഒരു i20 നമുക്ക് കൊടുക്കാം 1.5 ലക്ഷം റുപ്യക്ക്. 2009 പുതിയ പേപ്പറുള്ള വണ്ടിയാണ്. 2009 പുതിയ പേപ്പർ 5 വർഷത്തേക്ക് പേപ്പറുള്ള വണ്ടിയാണ്. 1.5 ലക്ഷം റുപ്യ. ഡീസലാണ്, മാഗ്നയാണ്. ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് ഹോണ്ട സിറ്റി ആണ്. നെക്സ്റ്റ് ഹോണ്ട സിറ്റി 1, 2, 3, 4 സൺറൂഫ് ഉള്ള വണ്ടികൾ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ. ഹോണ്ട സിറ്റിന്റെ ഒരു വമ്പൻ കളക്ഷൻ തന്നെ വരുന്നുണ്ട്. 2014 VX ഡീസൽ സിംഗിൾ. ഇത് 2014 ആണ്. അത് 2014 ആണ്. ഇത് 1,50,000 കിലോമീറ്റർ. 1,18,000 കിലോമീറ്റർ.
ഒന്നുമില്ല. രണ്ടുമൂന്ന് മെയിൻ ഗ്ലാസ് എന്തോ റീപ്ലേസ് ഉണ്ട്, വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ 2014 ഈ 2014 1.55 വണ്ടി നമുക്ക് കൊടുക്കാം 5,75,000. ഈ രണ്ട് ഇത് നമുക്ക് കൊടുക്കാം 5,75,000. ഈ വണ്ടി സോൾഡ് ഔട്ട് ആയതാട്ടോ. ഈ ഒരു ഹോണ്ട സിറ്റി എങ്ങനെ വരുന്നത്? ഇത് വന്നിട്ട് 2018 മോഡൽ ZX ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 2018-2019 രജിസ്ട്രേഷൻ ZX ഓട്ടോമാറ്റിക് സൺറൂഫ് വരുന്ന വണ്ടി. പെട്രോൾ. ഇത് ഓണർഷിപ്പ് സിംഗിൾ. കിലോമീറ്ററോ? 42,000 കിലോമീറ്റർ. ഒന്നുമില്ല. ലാസ്റ്റ് 10 ലക്ഷം റുപ്യ. 10 ലക്ഷം രൂപ മാക്സിമം ഒരു 9-9.5 വരെ ലോൺ കയറും. ലോൺ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഹോണ്ട സിറ്റി ഇത് വന്നിട്ട് 2019 മോഡൽ അഗൈൻ VX ഡീസൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. കിലോമീറ്റർ 79,000 കിലോമീറ്റർ. റീപേസ് എന്താണോ? ഒന്നുമില്ല, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. മെയ്ഡ് ഇൻ മലപ്പുറം അരീക്കോട് വണ്ടിയാണ്. ഈ വണ്ടി നമ്മൾ 10 ലക്ഷം ആസ്കിംഗ് പ്രൈസ് 9.25 കസ്റ്റമർ കൊടുക്കാം. 9.25 ലോണും ചെയ്യാം. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. നെക്സ്റ്റ് വരുന്ന എർട്ടിഗ 2015 ആണ്. 16 രജിസ്ട്രേഷൻ VDI ഹൈബ്രിഡ് ആണ്. ഡീസൽ ഹൈബ്രിഡ് ആകുമ്പോൾ അത്യാവശ്യം മൈലേജ് കിട്ടും. 20-22 കിലോമീറ്റർ കമ്പനി പറയുന്നുണ്ട്. ഒരു 20 പ്രതീക്ഷിച്ചോളി. ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് ആണ്, സെക്കൻഡ് അല്ല, തേർഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ വന്നിട്ട് 1,20,000 കിലോമീറ്റർ. ഒന്നുമില്ല. ഈ വണ്ടി നമുക്ക് ഓഫർ പ്രൈസ് 5.5 ലക്ഷം റുപ്യ. 5.5 ലക്ഷം റുപ്യക്ക് 2015 മോഡൽ ഡീസൽ ഹൈബ്രിഡ് 5-5.25 വരെ ലോണും ചെയ്തു കൊടുക്കാം. ഓക്കെ. നെക്സ്റ്റ് വരുന്ന ഏതാണ്? ഇത് നമുക്ക് ഓഫർ പ്രൈസിൽ കൊടുക്കാം. ടെറാനോ 2014 XL വരുന്ന 85 PS ഡീസൽ സെക്കൻഡ് ഓണർഷിപ്പ്. 20 കിലോമീറ്ററിന് മേലെ മൈലേജ് കിട്ടും. 1,12,000 കിലോമീറ്റർ. ഒന്നുമില്ല. ഓഫർ പ്രൈസ് 4,25,000. 4,20 ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. നെക്സ്റ്റ് WRV ഇത് വരുന്നത് 2018 മോഡൽ സിംഗിൾ ഓണർ 90,000 കിലോമീറ്റർ ഓടിയ ഹൈ ക്വാളിറ്റി വണ്ടി. സൺറൂഫ് വരുന്ന വണ്ടി. VX ടോപ്പ് എൻഡ്. ഡീസൽ ടോപ്പ് എൻഡ്. 26 കിലോമീറ്റർ നമുക്ക് ഈ വണ്ടിക്ക് മൈലേജ് പ്രതീക്ഷിക്കാം. ഓണർഷിപ്പ് സിംഗിൾ. കിലോമീറ്ററോ? 99,000 ജെനുവിൻ കമ്പനി സർവീസ്. അവൈലബിൾ ആണ്. ഒന്നുമില്ല. ലാസ്റ്റ് ആൻഡ് ഫൈനൽ 8,10,000. 8-10 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനി അതേപോലെ തന്നെ നമുക്ക് 2 ക്രച്ചകൾ കാണിക്കാം. രണ്ടും വന്നിട്ട് 2019 സൺറൂഫ് വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി. 2019 വണ്ടി. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് ഓടിച്ചിരിക്കും. ഈ കിലോമീറ്റർ ഇത് രണ്ടും ഞങ്ങൾ ഫിനാൻസ് എടുത്ത വണ്ടിയാണ്. കിലോമീറ്റർ ജെനുവിൻ ആകാനുള്ള ചാൻസ് കുറവാണ്. ഓട്ടോ ഉണ്ടാവും. ഫിനാൻസിലെ വണ്ടിയല്ലേ. റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മൾ ആസ്കിംഗ് പ്രൈസ് നമ്മളുടെ 12 ലക്ഷം റുപ്യാണ്. ഒരു 11.5 ലക്ഷം റുപ്യക്ക് നമുക്ക് രണ്ടും കൊടുക്കാം. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. 11 ലക്ഷം റുപ്യക്ക് രണ്ടും 2019 ഡീസൽ ഓട്ടോമാറ്റിക് സൺറൂഫ് വരുന്ന വണ്ടി. രണ്ടും ഒരു 11 ലക്ഷം റുപ്യ കസ്റ്റമർ കൊടുക്കാം. ഈ സ്വിഫ്റ്റ് വന്നിട്ട് 2021 സിംഗിൾ ഓണർഷിപ്പിലുള്ള 88,000 കിലോമീറ്റർ ഓടിയ ഹൈ ക്വാളിറ്റി കാർ. ഇല്ല. VXI പെട്രോൾ വേരിയന്റിൽ വരുന്ന വണ്ടിയാണ്. ക്ലൈമോ കാര്യങ്ങളോ ഒന്നും വണ്ടിയിലില്ല. എത്ര ചോദിക്കുന്നത്? ഇത് 6,45,000 രൂപ. 6 ലക്ഷം വരെ ലോൺ ചെയ്ത് കൊടുക്കാം. 2021 VXI 6 ലക്ഷം രൂപ വരെ ലോൺ 25 ചോദിക്കുന്നത്. ഇത് 2018 ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 2018 VXI ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് പെട്രോള് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ വന്നിട്ട് 99,400 കിലോമീറ്റർ. ഒന്നുമില്ല. ഇത് നമുക്ക് കൊടുക്കാം 5,75,000. മാക്സിമം ലോൺ ചെയ്തു. ഇത് 2016 വണ്ടി ഡീസൽ. ഓഫർ പ്രൈസ് 4.25 ലക്ഷം റുപ്യ. 2016 ഡീസൽ 4.25. 1,10,10,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പ്. ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ചെയ്ത വണ്ടി. ഒന്നുമില്ല. ഈ സ്വിഫ്റ്റ് ഏതാ മോഡൽ വരുന്നത്? ഇത് ഡീസൽ ആണ്. 2018 മോഡൽ KL 10 മലപ്പുറം രജിസ്റ്റർ വണ്ടിയാണ്. 1 ലക്ഷം കിലോമീറ്റർ. ഒന്നുമില്ല. 6.40 ഡീസൽ ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് വരുന്നത് 2017 ഓട്ടോമാറ്റിക് സെലറിയോ, 2019 ഓട്ടോമാറ്റിക് സെലറിയോ. ഈ 2017 അഡീഷണൽ CNG ചെയ്തിട്ടുണ്ട്. 2017 അഡീഷണൽ CNG. രണ്ടും ഫസ്റ്റ് ഓണർഷിപ്പാ. കിലോമീറ്റർ ഇത് വന്നിട്ട് 77, അത് വന്നിട്ട് 78. ഒന്നുമില്ല. ഇതിന്റെ പ്രൈസ് 4,40,000. 4,40,000. ഇത് 5.10. ഓക്കെ. ഇത് 17 ആണ്. ഇത് 19 ആണ്. ഓക്കെ. നെക്സ്റ്റ് i20 വന്നിട്ട് 2015 മോഡലാണ്. ഡീസൽ. ഓണർഷിപ്പ് വന്നിട്ട് ഫസ്റ്റ് ഓണർ.
കിലോമീറ്ററോ? അല്ല, ഇത് തേർഡ് ഓണർഷിപ്പ് വണ്ടിയാണ്, ഫസ്റ്റ് ഓണർ അവിടെയാണ്. ഓക്കെ, കിലോമീറ്ററോ? കിലോമീറ്റർ 1,45,000 കിലോമീറ്റർ. റീപേസ് എന്താണോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ ലാസ്റ്റ് ഫൈനൽ 5,20,000 രൂപ. 5,20,20 മാക്സിമം ലോൺ, ചിലപ്പോൾ ഫുൾ ലോൺ കയറും. ഓക്കെ, ഈ ഐറ്റം ഇത് 2015 സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. 2015 സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? 1,40,000 കിലോമീറ്റർ. റീപേസ് എന്താണോ? ഒന്നുമില്ല, എക്സ്ട്രാ ക്വാളിറ്റി വണ്ടിയാണ്. ഓക്കെ, ലാസ്റ്റ് ഫൈനൽ 5,40. 5,40 മാക്സിമം ലോൺ. ഓക്കെ, ഈ ഒരു ഐറ്റം ഇത് വന്നിട്ട് 2017 90,000 കിലോമീറ്ററുടെ ഒക്കെ ആസ്റ്റ ഓപ്ഷൻ വണ്ടികളാണ്. ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടികളാണ്. ഓപ്ഷനിൽ ഡീസൽ. ഓണർഷിപ്പ് ഇത് വന്നിട്ട് തേർഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? 93,000 കിലോമീറ്റർ ജെനുവിന്. റീപേസ് എന്താണോ? ഒന്നുമില്ല. ലാസ്റ്റ് 6,30,000 രൂപ. 6,30,000 മാക്സിമം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഏതാ വരുന്നത്? നെക്സ്റ്റ് CR-V. ഇത് സോൾഡ് ഔട്ട് ആയ വണ്ടി. സോൾഡ് ഔട്ട് ആയതാണ്. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും കാണിച്ചു. കാരണം ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് അറിയാം, ഫോർച്യൂണർ നമ്മളിപ്പോ വീഡിയോ ചെയ്തിട്ട് എത്ര ദിവസമായി? ഇപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മളൊരു 3 വീക്സ് കഴിഞ്ഞില്ലേ? 3 ഈക്കൊണ്ട് നമ്മൾ ഫോർച്യൂണർ നമ്മളൊരു 1 വീക്കിൽ തന്നെ വണ്ടി ഷഫിൾ ആവും. ഓക്കെ, ഇതൊക്കെ ഇന്ന് തന്നെ അഡ്വാൻസ് ആവും. ഓക്കെ, സത്യം പറഞ്ഞാൽ നല്ല ക്വാളിറ്റി വണ്ടി നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ആവും. നിങ്ങൾ കൂടുതൽ പ്രൈസിലൊന്നും ഞങ്ങളോട് നെഗോഷിയേറ്റ് ചെയ്തത്, പക്ഷേ ക്വാളിറ്റിയിൽ ഞങ്ങൾ നിങ്ങളോട് നെഗോഷിയേറ്റ് ചെയ്യില്ല. പിന്നെ വേറൊരു കാര്യം മുക്താർ ഭായി നമുക്ക് പറയാനുള്ളത്, ലോൺ നോക്കുന്ന കസ്റ്റമർ സിബിൽ നോക്കിയിട്ട് വരികയാണെങ്കിൽ അത്രയും നല്ലത്. കാരണം മുക്താർ ഭായി ഒരു വണ്ടിക്ക് അഡ്വാൻസ് എന്താ, ഞങ്ങൾക്ക് അതിന്റെ സെയിൽ ഒരു 3-4 ദിവസം പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വരും. അപ്പോഴേക്ക് നമ്മുടെ ഈ വീഡിയോയുടെ റീച്ച് പോകും, ആ വണ്ടി പിന്നെ ഇവിടെ കിടക്കും. അപ്പൊ സിബിൽ ചെക്ക് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഓക്കെ, സിബിൽ ചെക്ക് ചെയ്ത് ഒരു 700 മുകളിലുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പൊ എന്തായാലും അടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, വേഗം വിളിച്ചോട് മിസ്സാക്കാൻ നിൽക്കേണ്ടത്. നിങ്ങൾ കിട്ടിയ ഒരു സുവർണ അവസരമായിരിക്കും.